വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കൃഷിയും കാർഷിക ഉൽപ്പന്നങ്ങളും LGSന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലെ. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ചോദ്യത്തിലേക്ക് കടന്നാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണത് ഇതാണ്: മലയൻ ഡ്വാർഫ് മലയൻ ഡ്വാർഫ് എന്ന് പറയുന്നത് ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഏത് വിളയുടെ സങ്കര ഇനമാണ് മലയൻ ഡ്വാർഫ്? തെങ്ങിന്റെ സങ്കര ഇനമാണ്. അപ്പൊ മലയൻ ഡ്വാർഫ് തെങ്ങിന്റെ സങ്കര ഇനമാണ്. അടുത്തത് തിലോത്തമ ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. മലയൻ ഡ്വാർഫ് ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. തിലോത്തമ എന്തിന്റെ ആണ്? എള്ളിന്റെയാണ്. എന്തിന്റെയാണ്? എള്ള്. തിലോത്തമ ഏത് കാർഷിക വിളയുടെ ഇനമാണ്? എള്ളാണ്. അടുത്തത് ആനക്കൊമ്പൻ ഏത് വിളയുടെ നാടൻ ഇനത്തിന് ഉദാഹരണമാണ്? ആനക്കൊമ്പൻ ഏത് വിളയുടെ നാടൻ ഇനത്തിന് ഉദാഹരണമാണ്? വെണ്ട. അടുത്തത് ഹരിറാണി എന്നറിയപ്പെടുന്ന പച്ചക്കറി ഇനം ഏതാണ്? കാബേജ്. ഹരിറാണി എന്തിന്റെയാണ്? കേബേജിന്റെയാണ്. അടുത്ത ചോദ്യം: കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. അടുത്തത് കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ആനക്കയം. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം. അടുത്തത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കോട്ടയമാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയമാണ്. അടുത്തത് റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? റബ്ബർ ബോർഡിന്റെ ആസ്ഥാനവും കോട്ടയമാണ്. PSC പരീക്ഷകളിലെ ചോദ്യമാണ്. പക്ഷെ ഓപ്ഷൻ ഇപ്പൊ നമുക്കിപ്പോ റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം എവിടെ? തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട്, പാലക്കാട്, അങ്ങനെ ഒരു ഓപ്ഷൻ തരേണ്ട ആവശ്യകത ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയമാണ്. കേരളത്തില് ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയലാണ്. കേരളത്തിൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അമ്പലവയൽ. ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അമ്പലവയൽ. അടുത്തത് മുട്ട ഉൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവം ഏതു പേരിൽ അറിയപ്പെടുന്നു? മുട്ട ഉൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവം ഏതു പേരിൽ അറിയപ്പെടുന്നു? രജത വിപ്ലവം. എന്താണ് വിപ്ലവത്തിന്റെ പേര്? രജത വിപ്ലവം. മുട്ട ഉൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവം ഏതാണ്? രജത വിപ്ലവമാണ്. അടുത്തത് സിൽവർ വിപ്ലവം എന്തിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിൽവർ വിപ്ലവം. സിൽവർ വിപ്ലവം എന്ന് പറഞ്ഞാലും എന്തുതന്നെയാണ്? മുട്ട തന്നെയാണ്. സിൽവർ വിപ്ലവം ഏതാണ്? മുട്ട കേട്ടോ. അപ്പൊ മുട്ട വിപ്ലവം, രജത വിപ്ലവം എന്നും സിൽവർ വിപ്ലവം എന്നും ഒക്കെ അറിയപ്പെടുന്നു. അടുത്തത് സെറികൾച്ചർ എന്ന പദം ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെറികൾച്ചർ എന്ന പദം പട്ടുനൂൽ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സെറികൾച്ചർ എന്ന പദം പട്ടുനൂൽ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സെറികൾച്ചർ. ഇനി അടുത്തത് കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളിൽ ഒന്ന് താഴെ പറയുന്നവയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? കോട്ടയം, പന്നിയൂര്, പട്ടാമ്പി, കാസർഗോഡ്. എവിടെയാണ്? പട്ടാമ്പി, മാങ്കൊമ്പ്, കായംകുളം, അവിടെയൊക്കെ തന്നെ കേരളത്തിൽ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഉണ്ട്. അപ്പൊ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് ഏതാണ്? പട്ടാമ്പിയാണ് കേട്ടോ. അടുത്തത് നോക്കൂ. യവനപ്രിയ എന്ന് വിളിക്കുന്നത്, യവനപ്രിയ എന്നത് ഏതാണ്? യവനപ്രിയ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? കുരുമുളകിനെയാണ്. അപ്പൊ കുരുമുളക് ഏത് പേരിൽ അറിയപ്പെടുന്നു? യവനപ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്ലിയർ ആയില്ലേ? അടുത്തത് ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനത്തിന്റെ പേരാണ്? പന്നിയൂർ 1. ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് പന്നിയൂർ 1? കുരുമുളക്. പന്നിയൂർ 1, പന്നിയൂർ 2, അങ്ങനെ പന്നിയൂർ 7 വരെ കുരുമുളകിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. ഇനി
കവുങ്ങിനെ ബാധിക്കുന്ന പ്രധാന ഒരു രോഗമാണ് മഹാളി രോഗം. ഈ മഹാളി എന്ന് പറയുന്ന രോഗത്തിന് കാരണമായ രോഗകാരി ഏതാണ്? എന്താണ്? ഫംഗസ് ആണ്. അപ്പൊ കവുങ്ങിനെ ബാധിക്കുന്ന മഹാളി രോഗത്തിന്റെ രോഗകാരി ഫംഗസ് ആണ്. അടുത്തത് കാറ്റുവീഴ്ച. അടുത്തത് കാറ്റുവീഴ്ച ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ്? കാറ്റുവീഴ്ച ഏതിനെയാണ് ബാധിക്കുന്നത്? തെങ്ങിനെ ബാധിക്കുന്ന രോഗമാണ്. കാറ്റുവീഴ്ച തെങ്ങിനെ ബാധിക്കുന്ന രോഗമാണ്. അടുത്തത് മണ്ടരി രോഗം എന്തിനെ ബാധിക്കുന്നു? മണ്ടരി രോഗം തേങ്ങയെ ബാധിക്കുന്നു. ഏത് വിളയെ ബാധിക്കുന്നു? മണ്ടരി രോഗം തേങ്ങയെ ബാധിക്കുന്നതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് ഏത് ജില്ലയാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് പാലക്കാട് ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് പാലക്കാട് ജില്ലയാണ്. അടുത്തത് ക്യൂണിക്കൾച്ചർ. ക്യൂണിക്കൾച്ചർ എന്തിനെ സൂചിപ്പിക്കുന്നു? ക്യൂണിക്കൾച്ചർ മുയൽ വളർത്തലിനെ സൂചിപ്പിക്കുന്നു. ക്യൂണിക്കൾച്ചർ എന്തിനെ സൂചിപ്പിക്കുന്നു? മുയൽ വളർത്തൽ. അടുത്തത് പച്ചക്കറി കൃഷിയെ സംബന്ധിച്ച ശാസ്ത്രശാഖയുടെ പേര് എന്താണ്? പച്ചക്കറി കൃഷിയെ സംബന്ധിച്ച ശാസ്ത്രശാഖയുടെ പേര് ഒലേറി കൾച്ചർ എന്നാണ്. പച്ചക്കറി കൃഷിയെ സംബന്ധിച്ച ശാസ്ത്രശാഖയാണ് ഒലേറി കൾച്ചർ. അടുത്തത് മുന്തിരി കൃഷിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? മുന്തിരി എന്താണ്? വിറ്റി കൾച്ചർ ആണ്. മുന്തിരി എന്താണ്? വിറ്റി കൾച്ചർ എന്നാണ് നമ്മൾ പറയാ മുന്തിരി ട്ടോ. അടുത്തത് കേരളത്തിൽ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏതാണ്? കയർ വ്യവസായമാണ്. കേരളത്തിൽ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഒന്നാം സ്ഥാനം ഏതിനാണ്? കയർ വ്യവസായത്തിനാണ്. അടുത്തത് മാരികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടതാണ്? മാരികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കടൽ മത്സ്യകൃഷി. മാരികൾച്ചർ കടൽ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, ഏത് ജീവിയെ ശാസ്ത്രീയമായി വളർത്തുന്നതാണ് എപ്പികൾച്ചർ? ഏത് ജീവിയെ ശാസ്ത്രീയമായി വളർത്തുന്നതാണ് എപ്പികൾച്ചർ എന്ന് പറയുന്നത്? തേനീച്ച. തേനീച്ച വളർത്തലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എപ്പികൾച്ചർ എന്ന് വിളിക്കുന്നത്. അടുത്തത് തിരുവാതിര ഞാറ്റുവേല ഏത് രാശിയിലാണ്? തിരുവാതിര ഞാറ്റുവേല മിഥുനം രാശിയിലാണ്. തിരുവാതിര ഞാറ്റുവേല ഏത് രാശിയിലാണ്? മിഥുനം രാശിയിലാണ്. തിരുവാതിര മിഥുനം രാശിയിലാണ്. ഒരു ഞാറ്റുവേലയുടെ കാലയളവ് എത്രയാണ്? ഒരു ഞാറ്റുവേലയുടെ കാലയളവ് എന്ന് പറയുന്നത് എത്രയാണ്? 13-14 ദിവസമാണ്. 13-14 ദിവസമാണ് ഒരു ഞാറ്റുവേലയുടെ കാലയളവ്. 13-14 ദിവസമാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 2 ആഴ്ചയാണ്. അങ്ങനെയും ഓപ്ഷനിൽ തരാറുണ്ട് കേട്ടോ. അടുത്തത് ഖാരിഫ് കാലം ഏത് സമയത്താണ്? ഖാരിഫ് കാലം ഏത് സമയത്താണ്? ഖാരിഫ് ജൂൺ ടു സെപ്റ്റംബർ മാസത്തിലാണ് ഖാരിഫ് കാലം. ഖാരിഫ് കാലം ഏത് സമയത്താണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. എന്റെ ചുമപ്പോഴും മാറിയിട്ടില്ല, അതുകൊണ്ടാണ്. ഖാരിഫ് കാലം ഏത് സമയത്താണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് കേട്ടോ. ഇനി അടുത്തത് റാബി വിളകളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? റാബി വിളകളിൽ ഉൾപ്പെടുന്നത് ഓപ്ഷൻ തരാം. നെല്ല്, ചോളം, ബാർലി, പരുത്തി. റാബി വിളയ്ക്ക് ഉദാഹരണം ബാർലിയാണ്. റാബി വിളയ്ക്ക് ഉദാഹരണം ബാർലിയാണ്. അടുത്തത് സയ്യിദ് വിളയ്ക്ക് ഉദാഹരണം പറയുക. സയ്യിദ് വിളയ്ക്ക് ഓപ്ഷൻ തിനാവിള, പയറുവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ, നെല്ലിനങ്ങൾ ഒക്കെ തന്നിട്ടുണ്ട്. സയ്യിദ് വിളയ്ക്ക് വളരെ നല്ലൊരു ഉദാഹരണമാണ് പഴവർഗ്ഗങ്ങൾ. ഏതാണ്? പഴവർഗ്ഗങ്ങൾ. കേരളത്തിൽ റബ്ബർ കൃഷിക്ക് അനുയോജ്യം അല്ലാത്ത, റബ്ബർ കൃഷി പറ്റാത്ത ഒരു വടക്കൻ ജില്ലയാണ് വയനാട്. കേരളത്തിൽ റബ്ബർ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഒരു വടക്കൻ ജില്ലയാണ് വയനാട്. നീലവിപ്ലവം. അടുത്തത് നീലവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീലവിപ്ലവം എന്താണ്? മീനാണ്. നീലവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മീനാണ്. ഇനി അടുത്തത്
കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിക്ക് വിളിക്കുന്ന പേര് എന്താണ് ഹരിത വിപ്ലവം അല്ലെ. ഹരിത വിപ്ലവം എന്നാ വിളിക്കണേ. കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിക്ക് വിളിക്കുന്ന പേര് എന്താണ്? ഹരിത വിപ്ലവം എന്നാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം കൂടുതൽ വിജയകരമായത് ഏത് വിളയിലാണ്? ഹരിത വിപ്ലവം ഏത് വിളയിലാണ് വിജയകരമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ഗോതമ്പ്. ഹരിത വിപ്ലവം ഏത് വിളയിലാണ് ഏറ്റവും വിജയിച്ചത്? ഗോതമ്പിലാണ്. ഇനി അടുത്ത ചോദ്യം, ഹരിത വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഹരിത വിപ്ലവത്തിന്റെ നേതാവ് ആരാണ്? MS സ്വാമിനാഥൻ ആണ്. ആരാണ്? MS സ്വാമിനാഥൻ ആണ്. ഹരിത വിപ്ലവത്തിന്റെ നേതാവ് ആരാണ്? MS സ്വാമിനാഥൻ ആണ്. ഇനി MS സ്വാമിനാഥൻ അദ്ദേഹം വികസിപ്പിച്ച ഗോതമ്പിനം ഏതാണ്? MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം സബർമതി സൊണോറ എന്നാണ്. സബർമതി സൊണോറ. എന്താണ് അതിന്റെ പേര്? സബർമതി സൊണോറ. അപ്പോ MS സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനമാണ് സബർമതി സൊണോറ എന്ന് പറയുന്നത് കേട്ടോ. ഇനി കശുവണ്ടി ഗവേഷണ കേന്ദ്രം, താഴെ പറയുന്ന സ്ഥലങ്ങളിൽ കശുവണ്ടി കേന്ദ്രം ഏതാണ്? കശുവണ്ടി കേന്ദ്രം അങ്ങനെ ചോദിച്ചിട്ടുള്ളൂ. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ കശുവണ്ടി കേന്ദ്രം ഏതാണ് കേട്ടോ. ഓപ്ഷൻ കല്ലായി, വളപട്ടണം, ആലപ്പുഴ, കൊല്ലം. അപ്പൊ കശുവണ്ടിയുമായി ബന്ധപ്പെട്ട സ്ഥലം അവിടെ ഫാക്ടറികളാണ്. അല്ലാണ്ട് ഗവേഷണം അല്ല ചോദിച്ചേക്കണേ. ഗവേഷണ കേന്ദ്ര ചോദിക്കണേച്ചാ നമ്മൾ എന്ത് പറയണം? ആനക്കയം എന്ന് പറയും. കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാ? ആനക്കയമാണ് കേട്ടോ. അടുത്തത് ക്യാംപെക്സ് എന്ന സഹകരണ സ്ഥാപനം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ക്യാംപെക്സ് എന്ന് പറയുന്ന സഹകരണ സ്ഥാപനം എന്തുമായി ബന്ധപ്പെട്ടതാണ്? കശുവണ്ടി. ക്യാംപെക്സ് എന്ന സഹകരണ സ്ഥാപനം എന്തുമായി ബന്ധപ്പെട്ടതാണ്? കശുവണ്ടിയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അടുത്ത വീണ്ടും ചോദിച്ചിട്ടാണ് കശുവണ്ടി വ്യവസായത്തിന് പേര് കേട്ട ജില്ല. കശുവണ്ടി വ്യവസായത്തിന് പേര് കേട്ട ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊല്ലം ജില്ല തന്നെ പറയണം. ഏതാണ്? കൊല്ലം ജില്ലയാണ് പറയേണ്ടത് കേട്ടോ. ഇനി അടുത്തത് നോക്കാം. ഓപ്ഷൻ ഇങ്ങനെയാണ് തന്നേക്കണം കേട്ടോ. ഹാൻഡെക്സ് കൈത്തറി. സുരഭി കരകൗശലം. എന്നാൽ KSCDC എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചാണ്. ഹാൻഡെക്സ് കൈത്തറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. സുരഭി എന്ന് പറയുന്നത് കരകൗശലമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥാപനമാണ്. ഇതെന്താ? കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഇതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കശുവണ്ടി. കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കശുവണ്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ലിയർ ആയോ മക്കളെ? ഇനി അടുത്ത ചോദ്യം ഇതാണ്. ഏലം ഏറ്റവും അധികം കൃഷി ചെയ്യുന്നത് എവിടെയാണ്? ഏലം കൂടുതൽ കൃഷി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഏലം കൃഷി കൂടുതൽ എവിടെയാ? ഇടുക്കി ജില്ലയിലാണ് എന്ന് ഓർക്കണം. ഇനി അടുത്തത് ലോക നാളികേര ദിനം എന്നാണ്. വേൾഡ് ആണ്. ലോക നാളികേര ദിനം എന്നാണ്. സെപ്റ്റംബർ 2 ലോക നാളികേര ദിനം എന്നാണ്. സെപ്റ്റംബർ 2 ഒക്കെ PSC പരീക്ഷകളിലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി അടുത്തത് കണ്ണാറ കാർഷിക ഗവേഷണ കേന്ദ്രം. കണ്ണാറ ഒരു ഗവേഷണ കേന്ദ്രമാണ്. അത് ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാഴ. കണ്ണാറ കാർഷിക ഗവേഷണ കേന്ദ്രം ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാഴ. കേരളത്തിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാണ് കരിമ്പ് ഗവേഷണ കേന്ദ്രം? തൃശ്ശൂരാണോ, ആലപ്പുഴയാണോ, പത്തനംതിട്ടയാണോ, എറണാകുളമാണോ? എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ് കരിമ്പ്. ഈ പറഞ്ഞതിൽ പത്തനംതിട്ട ജില്ലയിൽ കരിമ്പ് ഗവേഷണ കേന്ദ്രം ഉണ്ട്. ഇനി അടുത്തത് നെല്ല് ഗവേഷണ കേന്ദ്രം. അത് കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കട്ടക്കാണ്. എവിടെയാണ്? കട്ടക്ക്. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കട്ടക്ക്. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം കട്ടക്കിലാണ് കേട്ടോ. ഇനി അടുത്തത് ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാല്.
ധവള വിപ്ലവം പാലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം ഇതാണ്. മാഗ്സസെ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ പൗരനായ മലയാളി വർഗീസ് കുര്യൻ. മാഗ്സസെ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ പൗരനായ മലയാളി ആരാ? വർഗീസ് കുര്യൻ. അടുത്തത് നോക്കൂ. യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നത് ഏത് വിളയെയാണ്? പരുത്തി. യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നത് ഏത് വിളയാണ്? പരുത്തി. അടുത്തത് ഓപ്പറേഷൻ ഫ്ലഡ് ഏത് ഗ്രാമ വികസന പരിപാടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാലുൽപാദനം. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാലുൽപാദനം. അടുത്ത ചോദ്യം. ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? ധവള വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? വർഗീസ് കുര്യനാണ്. ആരാണ്? വർഗീസ് കുര്യനാണ്. അടുത്തത് തേജസ്. തന്നിക്കുന്നു തേജസ് എന്തിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്? പച്ചമുളക്. തേജസ് എന്തിന്റെ മക്കളെ? പച്ചമുളകിന്റെയാണ്. അടുത്തത് താഴെ പറയുന്നവയിൽ സങ്കര ഇനം മരച്ചീനി ഏതാണ്? സങ്കര ഇനം മരച്ചീനി. അത് ഓപ്ഷൻ തരാം ടീച്ചർ. അന്നപൂർണ, കേരശ്രീ, ശ്രീവിശാഖം, പ്രിയങ്ക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ശ്രീവിശാഖം, ശ്രീജയ, ശ്രീവിജയ എന്നൊക്കെ പറയുന്നത് എന്തിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്? മരച്ചീനിയുടെ. അപ്പൊ ഇതൊക്കെ പ്രീവിയസ് ഇയറില് എന്താ പറയാ, കൃഷിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. എല്ലാവരും ഭംഗിയായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ച് വെക്കുക കേട്ടോ. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.